ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ ഓപ്ര വിൻഫ്രി അവർ ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്തെത്തുകയാണ്. ട്രംപ് ഇന്ത്യക്കെതിരെ ചെയ്തത് വലിയ തെറ്റ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഓപ്ര വിൻഫ്രി പറയുന്നത്? ഈ ഓപ്ര വിൻഫ്രി എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകയെ ചില ആൾക്കാർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അവർ ഒരു അമേരിക്കൻ ടെലിവിഷൻ ഷോ ആങ്കർ ചെയ്തിരുന്ന ഒരു വനിതയാണ്. ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ്. ഇപ്പോൾ പോലും നമ്മൾ ഈ കറുപ്പ് നിറത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് പോലും അത്ര വലിയ സ്വീകാര്യത ഇല്ലാത്ത ഒരു സമൂഹം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ 1986 കാലയളവിൽ അത് കുറേ കൂടി തീവ്രമായിരിക്കും. അപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ വനിത തുടർച്ചയായി 1986 മുതൽ 2011 വരെ തുടർച്ചയായി ഏതാണ്ട് 25 വർഷത്തോളം ഏതാണ്ട് 4561 എപ്പിസോഡുകളായി തുടർച്ചയായി ഒരു ടെലിവിഷൻ ഷോ ആങ്കർ ചെയ്യുന്നു. അത് ഒരു ചർച്ചാവേദിയാണ്. പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ ഒരു കാലത്ത് ചെയ്തിരുന്ന മാതിരി ഒരു അമേരിക്കൻ ടെലിവിഷൻ ഷോയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ചിക്കാഗോയിൽ ആണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നത്. പിന്നീട് ഈ ടെലിവിഷൻ ഷോ പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്ത് അവിടെയും ഇതിന് വലിയ സ്വീകാര്യത കിട്ടി. ഇവർ പിന്നീട് ഒരു സിനിമാ പ്രൊഡ്യൂസറായി, നടിയായി. ഇപ്പോൾ ഏതാണ്ട് 71 വയസ്സുണ്ട്. ഇപ്പോൾ അവർ വിശ്രമ ജീവിതം ആസ്വദിക്കുകയാണ്. പക്ഷേ ഇത്തരം എന്തുകൊണ്ട് ജോഫ്ര വിൻഫ്രി എന്ന് പറഞ്ഞാൽ അവർ ഈ സാമൂഹ്യ പ്രസക്തമായ പല വിഷയങ്ങളിലും അവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ വലിയ രീതിയിൽ ജനസ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഓപ്ര വിൻഫ്രി അവർ ഈ ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളുടെ ഓപ്ര വിൻഫ്രി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തർജ്ജമ ഞാൻ വായിക്കാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും വലിയ വിജയങ്ങൾ നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് ജനിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ വീഴ്ചകളിൽ നിന്നാണ്. ഇപ്പോഴിതാ അഭിലാഷത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നാടായ അമേരിക്ക തൻ്റെ അടുത്ത വലിയ തെറ്റിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. എന്നാൽ സത്യം ഇതാണ്: മറ്റൊരാളുടെ അടിത്തറയിലെ ഒരു വിള്ളൽ പോലെ തോന്നുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള പാലമായി മാറിയേക്കാം. കാരണം ഇന്ത്യക്ക് തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനും തിരിച്ചടികളെ ചവിട്ടുപടികളാക്കാനും സമ്മർദ്ദത്തെ പുരോഗതിയാക്കാനും എപ്പോഴും അറിയാം. ചരിത്രം ഈ പാഠം ആവർത്തിച്ച് മന്ത്രിക്കുന്നു. അവർ പറഞ്ഞത് വസ്തുതയാണ്. കാരണം നമ്മൾ ദീർഘകാലം ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഒരു രാഷ്ട്രമാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒന്നും അവശേഷിച്ചില്ല. കുറേ പട്ടിണിയും ദാരിദ്ര്യവും കുറേ രോഗങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇന്നത്തോളം ഏതാണ്ട് 78-79 വർഷത്തോളം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നു. ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി മാറുന്നുവെങ്കിൽ തിരിച്ചടികളെ എങ്ങനെ ഇന്ത്യ അവസരമാക്കി മാറ്റി എന്നുള്ളതിന് ഇതിലും വലിയ ഉദാഹരണങ്ങൾ വേറെയൊന്നുമില്ല. അതുമാത്രമല്ല, പല കാലങ്ങളിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സുനാമി വന്നിട്ടുണ്ട്, മഹാമാരിയായി കോവിഡ് വന്നിട്ടുണ്ട്, ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പിടിച്ചു നിന്ന ഒരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ചെറുതും വലുതുമായ നിരവധി യുദ്ധങ്ങൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ അടിപതറുകയോ തകർന്നു പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നേരത്തെ ഇന്ത്യ പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോഴും ഇതേപോലെ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയും ഉപരോധങ്ങളടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെ വാക്കുകൾക്കായിട്ട് ഇപ്പോഴും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും കാതോർക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടികളെ അവസരങ്ങളാക്കി മാറ്റിയ ചരിത്രം ഇന്ത്യക്കുണ്ട്. അത് ട്രംപിന് അറിയില്ല, പക്ഷേ ഓപ്ര വിൻഫ്രിക്ക് അറിയാം. അവർ അക്കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അധികാരത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വലിയ വെളിച്ചത്തിലോ വലിയ പ്രഖ്യാപനങ്ങളിലൂടെയോ സംഭവിക്കുന്നില്ല. ലോകം മറ്റെവിടെയെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ അവ നിശബ്ദമായി ഏതാണ്ട് ശ്രദ്ധിക്കപ്പെടാതെ സംഭവിക്കുന്നു. സാമ്രാജ്യങ്ങൾ ഒറ്റപ്പെട്ട ഇടിമുഴക്കത്തോടെ തകരുകയില്ല. അവ നിശബ്ദമായി തുടക്കത്തിൽ ഏതാണ്ട് അദൃശ്യമായി വീഴാൻ തുടങ്ങുന്നു. ഒരു ദിവസം ലോകം ഉണരുമ്പോൾ മാത്രമാണ് സന്തുലിതാവസ്ഥ എന്നേക്കുമായി മാറിയെന്ന് മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പം അമേരിക്ക വലിയൊരു സാമ്പത്തിക രാഷ്ട്രമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കഷ്ടപ്പാടിൻ്റെ ഒരു പൂർവ്വകാലമുണ്ട് എന്നുള്ള നിസ്സംശയം പറയാം. പക്ഷേ ആ സാമ്രാജ്യം തകർന്നു പോകുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വരില്ല. ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ക്രമേണ വളരെ ശാന്തമായി, അദൃശ്യമായി
അവരുടെ ആ സാമ്രാജ്യം തകർന്നു പോകും. പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വരില്ല. പക്ഷെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇരുട്ടി വെളുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ സാമ്രാജ്യം, നമ്മൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യമെല്ലാം പെട്ടെന്ന് തകർന്നടിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല എന്നാണ് ഓപ്ര വിൻഫ്രി പറയുന്നത്. പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനമായ സംഗതി, അമേരിക്ക വരുത്തുന്ന ഓരോ പിഴവും, ഓരോ ഹ്രസ്വവീക്ഷണമുള്ള നയവും, സംരക്ഷണം എന്ന പേരിൽ അത് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഓരോ മതിലും മറ്റൊരു രാജ്യത്തിന് മുന്നോട്ട് വരാനുള്ള വാതിൽ തുറക്കുന്നു. ഇന്ന് അങ്ങനെ വാതിൽ തുറക്കപ്പെടുന്ന ആ രാജ്യം ഇന്ത്യയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതെ, അവർ പറയുന്നതാണ് ഈ അതായത് താൽക്കാലിക ലാഭം മാത്രം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ചില നയങ്ങൾ. അതേപോലെ മറ്റ് രാജ്യങ്ങളുടെ വഴി കെട്ടിപ്പൊക്കുന്ന മതിലുകൾ, ഈ മെക്സിക്കോ അതിർത്തിയിൽ നിർമ്മിച്ച മതിലിനെ വേണമെങ്കിൽ ഇതിനെ സാദൃശ്യപ്പെടുത്താം, അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തത്തിൽ വിലക്കുന്ന തരത്തിലുള്ള നയത്തെ വേണമെങ്കിൽ സാദൃശ്യപ്പെടുത്താം. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി മറ്റൊരു രാജ്യത്തിന് വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച ആ കാര്യം വളരെ പ്രസക്തമാണ്. അമേരിക്ക ഇത്തരത്തിലൊരു നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചൈനയുമായും ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്ന ചൈനയോട് പോലും അടുക്കുന്നത്, റഷ്യയോടുള്ള ബന്ധം സുദൃഢമാക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന റഷ്യ സഖ്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രബല ശക്തിയായി മാറുന്നു. അതിപ്പോൾ ട്രംപ് ഇങ്ങനൊരു നിലപാടെടുത്ത് ആ ഒരു വഴി അടച്ചതുകൊണ്ട് ഇന്ത്യ ചൈന റഷ്യ സഖ്യത്തിൻ്റെ വഴി തുറക്കുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിച്ചെടുക്കാം. അതുമാത്രമല്ല, അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പതിറ്റാണ്ടുകളായി ഇന്ത്യയെ കുറച്ച് കാണുകയാണ് ചെയ്തിരിക്കുന്നത്. സാധ്യതകളുടെ നാടായി സംസാരിക്കപ്പെട്ടു, പക്ഷേ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അമേരിക്ക ഉള്ളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ, അതിൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ പതറുമ്പോൾ, ഇന്ത്യ അതിന് അർഹമായ വേദി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ഇന്ത്യ ഒരുങ്ങുന്നു. ഇന്ത്യ അതിന് ഏറ്റവും അനുയോജ്യമായ വേദിയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുപ്പ് നടത്തുകയാണെന്നാണ് ഓപ്ര വിൻഫ്രി പറയുന്നത്. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, അധികാരം ഒരിടത്തും വെറുതെ അപ്രത്യക്ഷമാകുന്നില്ല. അത് ഒരു നദി പോലെ ഒരു കൈയിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുന്നു. ഇന്ന് ആ ഒഴുക്ക് ഇന്ത്യയുടെ നേർക്ക് തിരിയുന്നു. കൃത്യമായൊരു സൂചനയാണ്. അമേരിക്ക സ്വയം കരുതുന്നത് എന്താ? അവരാണ് ഈ ലോക പോലീസ്, അവരാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവർ പറയുന്ന തിരുവായ്ക്ക് മറ്റൊരിടത്തും എതിർവായില്ല. അപ്പോൾ ഈ പറയുന്ന അധികാരം എന്ന് പറയുന്ന ഒരു ഒഴുകുന്ന നദി പോലെയാണ്. അത് ഒരു കാലത്ത് അമേരിക്കയുടെ ആ ഒരു തളത്തിൽ കെട്ടിനിന്നെങ്കിൽ വെള്ളം അത് അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്ക് തുടർന്ന് അതിപ്പോൾ ഇന്ത്യയുടെ പക്ഷത്തേക്കാണ് ഒഴുകുന്നത്. അതായത് ഇന്ത്യ പറയുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തിപ്പോൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഓപ്ര വിൻഫ്രിക്കുണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് അവരിങ്ങോട്ട് പറയുന്നത്. ഇപ്പോൾ ഓപ്ര വിൻഫ്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ദീർഘകാലം മാധ്യമ പ്രവർത്തനം നടത്തിയ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റർ എന്ന രീതിയിൽ, ഒരു ടെലിവിഷൻ ആങ്കർ എന്ന രീതിയിൽ പല പല വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പല പല വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംസാരിച്ച് അതിൽ ജനസ്വീകാര്യത കിട്ടിയ ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവർ ഈ കാര്യത്തിൽ പറയുമ്പോൾ അത് കൃത്യമായ ഗ്രാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കണം. ട്രംപ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖത്തിൻ്റെ പേരിലാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാൻ താൻ ഇടപെട്ടത്. ഇന്ത്യ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ തനിക്ക് കിട്ടാമായിരുന്ന നോബൽ സമ്മാനം കിട്ടാതെ പോയാലോ എന്ന മോഹഭംഗത്തിലാണ് ട്രംപ് ഈ നിലപാടെടുക്കുന്നത്. പക്ഷേ അത് ഇന്ത്യക്കുള്ള അവസരമായി മാറുന്നു എന്നാണ് ഓപ്ര വിൻഫ്രി പറഞ്ഞു വെക്കുന്നത്.